നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഹൈന്ദവരുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും എല്ലാം തന്നെ വികൃതമാക്കി കാണിക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷുവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളെയാണ്. വിഷുവുമായി ബന്ധപ്പെട്ട് വെണ്ണ തിന്നുന്ന കണ്ണനെ നമുക്കറിയാം. പക്ഷേ ഒരു വിഷു പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോൾ ചേർത്തലയിലെ വടക്കേ അങ്ങാടിക്കവല സെൻട്രൽ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് സമീപമുള്ള മെഹർ എന്ന് പറയുന്ന മന്തിയും ഗ്രില്ലും ഒക്കെ വിൽക്കുന്നൊരു സ്ഥാപനം, ആ സ്ഥാപനം അവരുടെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ മന്തിയും കുഴിമന്തിയോ ബിരിയാണിയോ അങ്ങനെ ഒരു പോസ്റ്റർ കാണാനിടയായി. അത് കുഴിമന്തിയാണോ ബിരിയാണിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇറച്ചി കഴിക്കാത്തതുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലർ മന്തി എന്ന് പറയുന്നു, ചിലർ ബിരിയാണി എന്ന് പറയുന്നു. എന്തായാലും അത് വളരെ മോശമായി പോയി. കേരളത്തിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം BJPയുടെ മറവിൽ BJP പറയുന്നു, അല്ലെങ്കിൽ BJPക്ക് ഇത്തരത്തിൽ വർഗീയതയുണ്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ആചാരങ്ങളെ മുഴുവൻ എതിർക്കാനുള്ള ഒരു കാര്യം കാണുന്നു. ഈ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് നമ്മുടെ ബിഗ് TV എന്ന് പറയുന്ന ചാനലുമായി ബന്ധപ്പെട്ടാണ്. അവരും ഇതേ വികൃതമായ ഒരു ഓണാഘോഷ പരിപാടിയുടെ വിഷ്വൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന വേണുഗോപാലകൃഷ്ണൻ കയ്യും കാലും ഒക്കെ കെട്ടി നിൽക്കുന്ന ഒരു പടമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒരു ആചാരപരമായി അല്ലെങ്കിൽ ആ സമയത്തൊരു ആഘോഷത്തിൽ ധരിക്കേണ്ട വസ്ത്രം ധരിക്കുമ്പോൾ വേണുഗോപാലകൃഷ്ണൻ മാത്രം അതിൽ നിന്ന് വേറിട്ട് നിന്ന് താൻ ഏതോ വേറെ ഐഡൻറ്റിറ്റി എന്ന് കാണിക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. വേണുഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടത് ഞാൻ പറയാം. ഇതിപ്പോൾ ഈ പറഞ്ഞ ചേർത്തലയിലെ ഈ സ്ഥാപനം മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് ഉടമസ്ഥൻ മുഹമ്മദ് ഷമീറാണ്. ഈ അതിൻ്റെ ആ വിഷ്വല് ഞാനിപ്പോൾ കാണിക്കാം. അതായത് ഈ ഒരു ഉണ്ണിക്കണ്ണൻ, നീല നിറത്തിലുള്ള നമ്മൾ ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമവർണ്ണനാണ്. അതായത് കാർമേഘത്തിന്റെ നിറമുള്ള കൃഷ്ണനാണ്, കരിമുകിൽ വർണ്ണനാണ്. അപ്പോൾ ആ കരിമുകിൽ വർണ്ണനായ കൃഷ്ണൻ ഒരു ഉണ്ണിക്കണ്ണൻ. അത് നമ്മൾ സാധാരണ ഉണ്ണിക്കണ്ണന്റെ ചിത്രം കാണുമ്പോൾ ഈ വെണ്ണ മോഷ്ടിച്ചു തിന്നുന്ന കൃഷ്ണൻ, അമ്മ വെണ്ണ ഒളിച്ചു വെക്കുന്നു, യശോദ ഒളിച്ചു വെച്ചിരിക്കുന്ന വെണ്ണ, കൃഷ്ണൻ വലിയ വെണ്ണക്കൊതിയനാണ്, ആ വെണ്ണ മോഷ്ടിച്ച് കഴിക്കുന്നു, അമ്മ അത് പിടികൂടുന്നു, കൃഷ്ണനെ ചെറുതായിട്ട് തല്ലുന്നു, എന്നിട്ട് കെട്ടിയിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കൃഷ്ണലീലകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു ലീല ഇത് ആദ്യമാണ്. അതായത് ഒരു കുഴിമന്തി, വലിയ ഈ മാംസ വിഭവങ്ങളൊക്കെ പാചകം ചെയ്തിട്ട് വിളമ്പി വച്ചിരിക്കും. അതിന്റെ മുന്നിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നു, അത് കൊതിയോടെ നോക്കിയിരിക്കുന്നു. അത് ഭക്ഷിക്കാൻ കൈനീട്ടി ഇരിക്കുന്നു. ഇത് സത്യത്തിൽ ഈ നാട്ടിലെ ഹിന്ദുക്കളെ ഇതിൽ പരം അപമാനിക്കാൻ മറ്റൊന്നുണ്ടോ? ഇല്ല. ഇത് സത്യത്തിൽ വലിയ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. ഇത് 153A ഇട്ട് കേസെടുക്കേണ്ടതാണ്. ഇയാളെ ജാമ്യമില്ലാത്ത കുറ്റത്തിൽപ്പെടുത്തി ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തവനെ, ഇതിന്റെ ഉടമസ്ഥനെ ഒക്കെ അകത്താക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് നേരത്തെ അവലും മലരും കുന്തിരിക്കവും, അതെ, കരുതി വെച്ചോളൂ വരുന്നുണ്ട് നിങ്ങളുടെ കാലന്മാരെന്ന് പാടിയ ആ കുട്ടിയടക്കമുള്ളവരുടെ ആ സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണ് ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം ഏറ്റവും മൃഗീയവും പൈശാചികവുമായ കൊലപാതകം. അതായത് വലിയ കൂടം കൊണ്ട് ഒരു മനുഷ്യന്റെ തല തല്ലി തകർക്കുക, അതായത് പാറക്കല്ല് തല്ലി പൊട്ടിക്കുന്ന അതേ കൂടം കൊണ്ട് ഒരു നിസ്സഹായനായ ഒരു പാവം മനുഷ്യനെ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയൊക്കെ മുന്നിൽ വെച്ച് ആ ഉടുതുണി അഴിച്ച്, ആ മനുഷ്യന് ഉടുതുണി അഴിച്ചപ്പോൾ നിവൃത്തിയില്ല, അദ്ദേഹം തൻ്റെ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഉച്ചന്തലയിൽ തന്നെ ഈ കൂടം കൊണ്ട് അടിച്ച് മൃഗീയമായി പൈശാചികമായി കൊലപ്പെടുത്തിയത്. ഇത് ഈ നാട്ടിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്രയും പേർക്ക് വധശിക്ഷ കൊടുത്തത്. വെറുതെ കൊടുത്തതല്ല കോടതി. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഹിന്ദു ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ബിംബങ്ങളെ, ഇപ്പോൾ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നൊക്കെ പറയുന്നത് ഹിന്ദു ബിംബങ്ങളാണ്. ഹിന്ദുക്കൾ അവരെ കാണുന്നത് യുഗപുരുഷന്മാരായിട്ടാണ്, അവതാര പുരുഷന്മാരായിട്ടാണ്. അതായത് അവരൊക്കെ ജീവിച്ചിരുന്ന ഇതിഹാസ പുരുഷന്മാരാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റുകൾക്കും ഈ പറയുന്ന ഈ ഹിന്ദുക്കളല്ലാത്തവർക്കുമൊക്കെ ഈ പറഞ്ഞ കൃഷ്ണനും രാമനും ഒക്കെ വെറും കഥാപാത്രങ്ങളാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഥാപാത്രങ്ങളല്ല. അതായത് ഈ ഭൂമിയിൽ ജീവിച്ച്
അവർ നിരവധി മാതൃകകൾ കാണിച്ച് ലീലകൾ ആടി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച് അതിനെല്ലാം ഉണർത്തി ധർമ്മത്തിൻ്റെ മാർഗത്തിൽ, സനാതനമായിരിക്കുന്ന ധർമ്മത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ഇനി കാലം എത്ര കഴിഞ്ഞാലും ഒരിക്കലും നശിക്കാത്ത വണ്ണം നിലനിൽക്കുന്ന സന്ദേശങ്ങൾ നൽകിയിട്ട് പോയവരാണ് അവരൊക്കെ. ആ മഹത്തുക്കളെ, ആ യുഗപുരുഷന്മാരെ ആണ് ഇത്തരത്തിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഹിന്ദുക്കൾ ആലോചിക്കണം. ഇവിടുത്തെ ഈ പറയുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ കുഴിമന്തി കടകളിൽ പോയി ഈ ഉച്ചിഷ്ടം വാങ്ങി ഭക്ഷിക്കണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടുത്തെ ഹിന്ദുക്കളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഹിന്ദുക്കൾ, നാണം കെട്ട ഹിന്ദുക്കൾ ഇനിയും പോയി കുഴിമന്തി വാങ്ങിക്കഴിക്കും. അച്ഛനെയും അമ്മയെയും അപമാനിച്ചാൽ പോലും നിങ്ങൾക്കതൊരു പ്രശ്നമില്ല. ഈ നാണം കെട്ട പണി നിങ്ങൾ ഇനിയും ചെയ്യും. നോക്കൂ, ഒരു പിന്നെ ഈ പറയുന്നത് പോലെ പ്രവാചകൻ്റെയോ മറ്റോ ഒരു പടം വരച്ചു വെച്ച് ഒരു പന്നി ഇറച്ചി പാചകം ചെയ്ത ആ ഭക്ഷണം, മാംസ ഭക്ഷണം മുമ്പിൽ വെച്ചൊരു പരസ്യം ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഇന്ന് ഈ ലോകത്ത്? അതിനാരെങ്കിലും തയ്യാറാവുന്നൊരു പേരെഴുതിയതിന് കൈപോയ നാടാണ്. മുഹമ്മദ് എന്നൊരു പേരെഴുതിയതിന് കൈപോയ ഒരു അധ്യാപകന്റെ കൈപോയ നാടാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്, എല്ലാ മതസ്ഥാപകരെയും ബഹുമാനിക്കുന്നവരാണ്. നമുക്കങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം പിന്തുടർന്നു കൊള്ളട്ടെ. അതിന്റെ ശരിതെറ്റുകളിലേക്കല്ല. അതിന്റെ ശരിതെറ്റുകളിലേക്ക് ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ നമ്മളും തയ്യാറാണ്. നമുക്ക് അതിൽ യാതൊരു മടിയോ പേടിയോ ഇല്ല. അറിവ് കൊണ്ട് സംവദിക്കാം. പിന്നെ വിശ്വാസം അത് അറിവിൽ അധിഷ്ഠിതമല്ല, അത് വൈകാരികമാണ്. അതിനെ വൈകാരികമായിട്ട് തന്നെ കണ്ടാൽ മതി. ആ മതവിശ്വാസം, മതവികാരം ഒക്കെ മാനിക്കപ്പെടേണ്ടത് തന്നെ, അതിലൊന്നും സംശയമില്ല. ഇപ്പോൾ മറ്റൊരു സാധനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദീപിക പത്രം പിന്നെ വിനോയ് തോമസ് എന്ന എഴുത്തുകാരൻ്റെ കണ്ടെത്തലാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നൊരാൾ ജീവിച്ചിരുന്നതേ ഇല്ല, ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഹരിനാമകീർത്തനം എഴുതിയതാരാ? ഈ വിനോയ് തോമസിന്റെ ഏതെങ്കിലും പൂർവികനാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി മലയാള ഭാഷയുടെ പിതൃത്വം വിനോയ് തോമസ് കൊണ്ട് കൊടുക്കുന്നത് ദീപിക, നസ്രാണി ദീപിക പത്രത്തിനാണ്. ഞാനും ആ പത്രത്തിൽ 3 മാസം ജോലി ചെയ്ത ഒരാളാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ മതവിദ്വേഷം വളർത്തുന്നത്. ഈ നാട്ടിൽ ഈ പറയുന്നത് പോലെ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പൊ തലപൊക്കി വരുന്നതെന്ന് മനസ്സിലായോ? അതായത് UDF അധികാരം കിട്ടും എന്നൊരു UDF ഭരണം കിട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. വളരെ ലളിതമാണ്. ഈ LDF ആണ് ഭരിക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ അവർക്കും ഇതിൽ പങ്കുണ്ട്, പക്ഷെ നിയന്ത്രിക്കും. അവര് വളരെ സൂത്രശാലികളാണ്. അവർ തന്ത്രപരമായിട്ട് ഈ മതമില്ലാത്ത ജീവൻ ഉണ്ടാക്കി അതൊക്കെ കടത്തി. പക്ഷേ ഇത്തരത്തിൽ അങ്ങോട്ട് പരിപൂർണമായി അങ്ങ് കീഴ്പ്പെടില്ല. അവര് അവഹേളിക്കും. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും അവഹേളിക്കും. ഹിന്ദു നാമധാരികളായ കമ്മ്യൂണിസ്റ്റുകാർ രംഗത്ത് വരും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താൻ അവർ അനുവദിക്കില്ല. നോക്കൂ, പണ്ടൊരിക്കൽ വാട്സാപ്പ് ഹർത്താലിന് PFI ആഹ്വാനം ചെയ്തു. 1 മണിക്കൂർ കൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് അതിനെ അടിച്ചൊതുക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ അന്ന് കേരളം പിറ്റേ ദിവസം കത്തിയേനെ. അതുണ്ടാകാത്തത് സത്യത്തിൽ കേരള പോലീസിന്റെ ഇടയ്ക്ക് ചില സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, സഹായമൊക്കെ ചെയ്തു കൊടുക്കും. അത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. നമ്മൾ കണ്ടാണ് അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത സമയത്ത് കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ നടന്നത്, വേറെ എവിടെയും നടന്നിട്ടില്ല. അത് പരമാവധി സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യണം. കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് കരീം അടക്കമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്, ബീഫ് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ ദിയാസന, അവർക്കൊക്കെ അവരുടെ വിശ്വാസങ്ങൾ, ഇപ്പൊ ശബരിമലയിലെ വിഷയം വന്നപ്പോൾ ഷക്കീലയുമായി ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി, ഈ പറയപ്പെടുന്ന ദിയാസനയുടെ. ആ ഇന്റർവ്യൂവിൽ അവർ വിശ്വാസിയാണെന്ന് പറയുന്നുണ്ട്. അവരുടെ വിശ്വാസത്തെ അവർ ഹനിക്കുന്നില്ല, പക്ഷേ അവർ ഹൈന്ദവ വിശ്വാസത്തെ ശബരിമലയിൽ കയറുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അതിൽ ഷക്കീല വളരെ കൃത്യമായി പറയുന്നുണ്ട്, അത് തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. അക്കാര്യത്തിൽ ഷക്കീലയെ ബഹുമാനിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് അവിടെ എന്ത് കാര്യം? വിശ്വാസിയല്ലാത്ത ഞാൻ ക്ഷേത്ര വിശ്വാസിയല്ല, അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല. പക്ഷെ ക്ഷേത്രത്തിൽ പോകുന്നവർ പോയിക്കോട്ടെ. ഇങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നില്ല?
ഞാൻ ഹൈന്ദവ വിശ്വാസം ഞാൻ ക്ഷേത്രങ്ങളിലേ പോകാറുള്ളൂ, മറ്റൊരു സ്ഥലത്തും ഞാൻ പോകുന്നില്ല. ആരും കാണിക്കാനും എന്റെ മതേതരത്വം പ്രൂവ് ചെയ്യാനും വെറുതെ അവിടെ കളിയാക്കാനും അവരുടെ മതേതരത്വം മതേതര സങ്കല്പത്തെയോ അല്ലെങ്കിൽ അവരുടെ ആചാരത്തെയോ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ എവിടെയും പോകുന്നില്ല. അതേസമയം ഞാൻ ഹിന്ദു എന്ന രീതിയിൽ ഏറ്റവും പ്രൗഡായി ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്ന ആളുമാണ്. അതെ, ഇത് മതവിശ്വാസം വളരെ വ്യക്തിപരമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടേണ്ട കാര്യമേ ഇല്ല. എൻ്റെ വ്യക്തിപരമായ കാര്യം എനിക്കോ മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഒരു തരത്തിലുള്ള ദോഷവും വെല്ലുവിളിയും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനകത്ത് ആർക്കും ഇടപെടാൻ അവകാശമില്ല. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറുമ്പോഴാണ് അവിടെ നിയമം ഇടപെടുന്നത്. ഇത് സത്യത്തിൽ നിയമപരമായി കർശനമായി നേരിടേണ്ടതാണ്. ഈ പറഞ്ഞ ഈ ദീപിക പത്രത്തിൽ വന്ന വിനോയ് തോമസിന്റെ ലേഖനം ഉൾപ്പെടെ, അയാൾ എഴുത്തുകാരനായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അയാളുടെ വലുപ്പത്തെയോ അയാളുടെ മറ്റു കാര്യങ്ങളെയോ ഭാരതീയമായ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുമ്പോൾ വിനോയ് തോമസ് എവിടെ നിന്ന് വന്നാണ്? ഭാരതീയമായ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം എങ്ങനെയാണ് ഇവിടെ അവർക്ക് മലയാള ഭാഷ ഉണ്ടാക്കിയത് നസ്രാണി ദീപികയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിനോയ് തോമസിന് കൂടുതലൊന്നുമില്ല, എവിടെയോ രണ്ട് പിരി കിടക്കും. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത്. അത് കേട്ട് എഴുത്തച്ഛന്റെ പേരിലുള്ള അസംഖ്യം കൃതികൾ. അല്ല, അങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ ഈ ദീപികയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഷോൺ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ദീപികയ്ക്ക് തന്നെ ഈ അതായത് കത്തോലിക്കരും സർവമാന ക്രിസ്ത്യാനികളും എണീറ്റ് ഓടുന്ന തരത്തിലുള്ള ചോദ്യം തിരിച്ചു ചോദിക്കാൻ നമുക്കറിയാം. പക്ഷെ നമുക്കൊരു മാന്യതയുള്ളത് കൊണ്ടും മര്യാദയുള്ളത് കൊണ്ടും നമ്മുടെ സംസ്കാരത്തിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളത് ചോദിക്കുന്നില്ല. അതാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ മേന്മ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മുഹമ്മദ് ഷമീറിനെതിരെ, ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത വ്യക്തിക്കെതിരെ കർശനമായ നടപടി വേണം. ഇത് പ്രചരിപ്പിച്ച ആൾക്കാർക്കെതിരെ കർശനമായ നടപടി വേണം. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ മാപ്പ് പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ മാപ്പൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഈ എല്ലാ തോന്നിയവസവും ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാപ്പ് പറഞ്ഞാൽ ഒന്നും അറിയാത്ത നമ്മൾ നൂപുർ ശർമ്മയെ പണ്ട് നൂപുർ ശർമ്മ സത്യം പറഞ്ഞതിന്റെ ഖുറാനെയും ഖുറാനിന്റെ വ്യാഖ്യാനമായ ഹദീസ്, ഖുറാനിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്ന ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ ഉപയോഗിച്ചാണ് ഖുറാൻ വ്യാഖ്യാനിക്കുന്നത്. ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട് നൂപുർ ശർമ്മ ഒരു കാര്യം പറഞ്ഞു. എന്തൊരു കോലാഹലമായിരുന്നു. ഈ BJP പോലും ഭയന്നു. നരേന്ദ്രമോദി അമിത്ഷായും വരെ ഇടപെട്ടു. അവർ ഈ നൂപുർ ശർമ്മയെ മാറ്റി നിർത്തി, പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. പാവ സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ മതങ്ങളെയും വിമർശിക്കാം, ആരോഗ്യകരമായി മാന്യമായ ഭാഷയിൽ മര്യാദയുടെ ശൈലിയിൽ ഒക്കെ നമുക്ക് വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, അനാചാരങ്ങളെ ചോദ്യം ചെയ്യാം. അത് വേണ്ടത് തന്നെ. അങ്ങനെയാണ് മതപരിഷ്കരണം, മതനവീകരണം സംഭവിക്കുന്നത്. അത് ഹിന്ദു മതത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ബാക്കി ഒരിടത്തും ഭൂമി പരന്നതാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന മതഗ്രന്ഥങ്ങൾക്കൊന്നും ഒരു കേടുമില്ല. നേരെ മറിച്ച് ഭൂമിയെ ഭൂഗോളം, ഭൂമി മാത്രമല്ല ചന്ദ്രനും ഗോളരൂപത്തിലാണ്, സൂര്യനും ഗോളരൂപത്തിലാണ്, നക്ഷത്രങ്ങൾക്കെല്ലാം ഗോളരൂപമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന, അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വലിയ സംസ്കാരത്തിൻ്റെ, ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിരിക്കുന്ന കാര്യങ്ങളെ ആർക്കും എന്ത് ചീത്തയും പറയാം. അത് ശരിക്കും പറഞ്ഞാൽ അതിലൊരു നല്ല പങ്ക് ഹൈന്ദവർക്കുണ്ട്. ഞാൻ എപ്പോഴും ഹൈന്ദവർക്കല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, പലപ്പോഴും നമ്മളിപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ ക്രിസ്തുവും കാണും, അവിടെ അള്ളായുടെ മക്കയുടെ പടവും കാണും, ചിത്രം കാണും. നേരെ മറിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയാൽ അവിടെ ക്രിസ്തു മാത്രമേ കാണൂ. മുസ്ലിമിന്റെ സ്ഥാപനത്തിൽ പോയാൽ അവരുടെ ഏതെങ്കിലും ഒരു ചിഹ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഹിന്ദുവാണ് ഇവിടെ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരം ശ്രമം നടത്തുന്നതാണ് ഈ കപട മതേതരത്വം കാണിക്കുന്നത്. ഈ പറയുന്നത് പോലെ വാസ്തവത്തിൽ സത്യത്തിൽ ഒരു മതവിശ്വാസിക്ക് ബാക്കിയുള്ള മതവിശ്വാസങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അയാൾക്ക് അയാളുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അയാൾ അവിടെ പോയി പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കാഴ്ച, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വിഷു ദിവസത്തിൽ അഭൂതപൂർവമായ തിരക്കാണ്. ഈ വരുന്ന ആൾക്കാര് എന്നാൽ അതേസമയം അവർക്ക് ഹിന്ദുക്കൾ എന്ന രീതിയിൽ ഒരുമിക്കാനോ അവരുടെ ഈ സാംസ്കാരിക ധാരയെക്കുറിച്ച് ഒരു ബോധമുണ്ടാക്കാനോ ഒന്നുമില്ല. മക്കള് ഈ പറഞ്ഞതുപോലെ
MDMA കേസിൽ പ്രതിയാകുമ്പോഴും ലവ് ജിഹാദിൽ പെടുമ്പോഴും ഒക്കെയാണ് ഒക്കെയാണ് ഇവർ നിലവിളിക്കുന്നത്. അപ്പോഴാണ് ഹിന്ദു ഐക്യത്തെ കുറച്ചൊക്കെ ആലോചിക്കുന്നത്. അത് നമ്മൾ കണ്ടാണ് അശോകന്റെ കാര്യത്തിൽ കണ്ടതാണ് നമ്മൾ. അഖിലഹാദിയ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അശോകൻ. നിമിഷയുടെ കാര്യത്തിൽ നിമിഷയുടെ അമ്മയുടെ അച്ഛൻ ഇവിടുത്തെ CPIയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു, കൗൺസിലറായിരുന്നു, തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായിരുന്നു ഒരു കാലത്ത്. ആ കുടുംബത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ നഷ്ടപ്പെട്ട് ഇന്ന് അഫ്ഗാൻ ജയിലില് അത് എന്താ പറയാ സൂര്യപ്രകാശം പോലും കാണാതെ അതും അതിന്റെ കുട്ടിയും. ഈ സാഹചര്യത്തിലേക്ക് ഹിന്ദുവിനെ കൊണ്ടെത്തിച്ചത് ആരാണ്? സത്യത്തിൽ ഹിന്ദുക്കള് തന്നെയാണ്. ഈ അതായത് ഇനിയും നിങ്ങൾ ഈ കുഴിമന്തി കഴിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ ശ്രീകൃഷ്ണനെയും നിങ്ങളുടെ ശ്രീരാമനെയും ഒക്കെ ഇതുപോലെ അപമാനിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചവിട്ടി അരയ്ക്കുകയും ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഈ ഒറ്റ കാരണം കൊണ്ട് അങ്ങനെ ഒരു കട ജീവിതകാലം മുഴുവൻ ഒഴിവാക്കും എന്നുള്ളതാണ്. കാരണം ഒരു ആൾ അവിടെ പോയി അയാളുടെ ബിസിനസ്സാണ്, ആ ബിസിനസ്സിന് അവിടെ ചെല്ലുന്ന ആൾക്കാർ വിടരുത്, നിയമപരമായി നടപടി എടുക്കുക തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അക്രമത്തിലേക്ക് ഇതിപ്പോ എന്താ സംഭവിക്കണമെന്നറിയാമോ? ഇത് ഹിന്ദുക്കളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിൽ ഇതിനെതിരെ പോയ അതിരൂക്ഷമായ അമർഷവും ഹിന്ദുക്കളെ തീവ്രമായി നിങ്ങൾ തീവ്രവാദത്തിലേക്ക് ഹിന്ദു തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങൾ താങ്ങില്ല. അതിന് എത്രയെങ്കിലും ഉദാഹരണങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് നിങ്ങൾ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് വീട്ടിൻ്റെ അകത്ത് അലമാരയ്ക്കകത്ത് വയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ നാട്ടിലെ ഭരണകൂടങ്ങളോടും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ളൂ. ആ അടി വരുമ്പോൾ നിരപരാധികളും അതിൽ പെടും. അതാണ് സങ്കടം. ഈ പറയപ്പെടുന്ന ചേർത്തല അടക്കമുള്ള സ്ഥലങ്ങൾ പോപ്പുലർ ഫ്രണ്ട് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി നമുക്കറിയാം. ആലപ്പുഴയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന് വലിയ ബലമുള്ളത്. മണ്ണഞ്ചേരി, പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴയുടെ തീരദേശങ്ങൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ ധീവരസഭയിൽപ്പെട്ട ആളായിരുന്നു. ധീവരസഭയിൽ അവിടെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ധീവരസഭ അംഗങ്ങളുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ ആലപ്പുഴയുടെ തീരപ്രദേശം. അവർ ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും ഫലം? അവരെ ഒന്നും നിങ്ങൾ കുറച്ച് കാണരുത്. ഇത് ഇപ്പോഴും ഹിന്ദു സംയമനം കൈവിടാതെ ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കിയാൽ അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, സത്യത്തിൽ ഞാൻ പറയുന്നത് വലിയ അപകടമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള തേർവാഴ്ച മതേതരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത് മുളയിലെ നുള്ളിയാൽ UDF നല്ലത്. അല്ലാത്ത പക്ഷം അത് UDF-നും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ വലിയ ദോഷം ചെയ്യും. നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പൊതുവെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിൽ പൊതുധാരയിൽ ഒക്കെ ചേർന്ന് പോകുന്ന ഒരു ഷാജി പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഇപ്പോഴ് ഞാൻ പറഞ്ഞു വന്നത് പണ്ടങ്ങനെ അല്ലായിരുന്നു. പക്ഷേ മാറാട് കലാപം തൊട്ടാണ് മുസ്ലിം ലീഗിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കിയത്. മുസ്ലിം ലീഗിലേക്ക് നുഴഞ്ഞു കയറിയ തീവ്രവാദി വിഭാഗങ്ങൾ എങ്ങനെയാണ് ലീഗിനെ കൂടെ കൊണ്ട് ആ കള്ളിയിൽ കെട്ടിയത് എന്ന് നമുക്ക് മാറാട് കലാപം കാണിച്ചു തന്നു. അത് തന്നെയാണ് ഷാജി തുറന്നു പറയുന്നത്. അതെ, ഷാജിയെ പോലെ ഒരാള്. കാരണം ഈ ഷാജിയെ പണ്ട് പത്രസമ്മേളനത്തിനൊക്കെ കണ്ട് ഷാജിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വളരെ നല്ല ഒരു വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു നേതാവായിട്ടാണ് ഷാജിയെ ഞാൻ മനസ്സിലാക്കിയത്. ഷാജി തന്നെ പറയുന്നു മതമാണ് 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 പ്രശ്നം എന്ന്. അതായത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം. ഈ നിങ്ങൾക്ക് മാത്രമാണോ നഷ്ടം സംഭവിച്ചത്? ഈ കേരളത്തിലെ 1.25 ലക്ഷം കോടി കടമുണ്ടായിരുന്ന കേരളത്തിന് 6 ലക്ഷം കോടി കടമുണ്ടാകുമ്പോൾ, കടത്തിലേക്ക് വർദ്ധിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ മാത്രമാണോ ബാധിക്കുന്നത്? എന്തൊരു അബദ്ധമാണ് ഷാജിയെ പോലെയുള്ളവർ പറയുന്നത്. അപ്പോൾ വോട്ടിന് വേണ്ടി, ജയത്തിന് വേണ്ടി ഈ പറയുന്ന ഒരു സമുദായത്തെ റാഡിക്കലൈസ് ചെയ്ത് ഏറ്റവും നീചമായി ഉപയോഗിക്കുക, അതിവിടുത്തെ രാഷ്ട്രീയക്കാർ ഭംഗിയായി ചെയ്തിരിക്കുന്നു. അതിന് വലിയ വില ഭാവിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും, കേരളത്തിൻ്റെ പൊതുസമൂഹം കൊടുക്കേണ്ടി വരും. എനിക്കത് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും ശ്രീകൃഷ്ണനെ അപമാനിച്ച, ഉണ്ണിക്കണ്ണനെ അപമാനിച്ച ഈ ഒരു പ്രക്രിയയെ, ഈ ഒരു എന്താ പറയുക പോസ്റ്ററും അത് ഡിസൈൻ ചെയ്ത വ്യക്തിയും അതിൻ്റെ ഉടമസ്ഥനും ഒരു കാരണവശാലും നിയമത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടരുത്. കൃത്യമായിട്ടും ശിക്ഷിക്കപ്പെടണം. എല്ലാ തെളിവുകളും വ്യക്തമാണ്. അയാൾ തന്നെ വന്ന്
പിന്നെ മാപ്പ് പറയുകയാണ്. ഇത് ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കൊടുത്തത് പുറത്താണ്, അതുകൊണ്ട് സംഭവിച്ചു പുറത്തായത്. ഇനി ചെയ്തത് ഏതെങ്കിലും ഒരു ഹിന്ദു മറ്റോ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും അയാൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പാടില്ല. അവിടെ ജാതിയും മതവും ഒന്നും അല്ല അവിടെ പരിഗണിക്കേണ്ടത്. ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കി മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. 153A എന്ന വകുപ്പിട്ട് തന്നെ കേസെടുക്കണം. വളരെ കൃത്യമായിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിയമം അറച്ചു നിന്നാൽ, നിയമപാലകർ അറച്ചു നിന്നാൽ നമ്മുടെ നാട് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് മുന്നറിയിപ്പായിട്ട് പറയാനുള്ളൂ. ഈ നാടിനെ നിങ്ങൾ കുരുതിക്കളമാക്കരുത്, ചോര കൊണ്ട് കളിക്കരുത്, തീക്കൊള്ളി എടുത്ത് തല ചൊറിയരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ആർക്കും, അതായത് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് എനിക്കിവിടെ മുന്നോട്ട് വയ്ക്കാനുള്ളത്.